സുമേഷ് നമസ്കാരം. നമസ്കാരം. മിയെ സുമേഷ് പിന്നെ എനിക്ക് നല്ല പരിചയമുണ്ട്. ഞങ്ങൾ പല പ്രോഗ്രാംസിനും കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഒരുമിച്ചൊക്കെ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന പോലത്തെ ഭാഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതില് സുമേഷ് ഈ ലോക്ക്ഡൌണിന്, അതായത് ലോക്ക്ഡൌണിന് എല്ലാ മിമിക്രിക്കാരും എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് ഒരു മിമിക്രിക്കാരനായി വന്ന സുമേഷിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം സംഭവിക്കുന്നത്. ദൃശ്യം 2 എന്ന് പറയുന്ന ചിത്രത്തിലെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് വരാനായിട്ട് സുമേഷ് പറ്റുന്നത്. വേറെ ഒരു മിമിക്രിക്കാരനും പണിയില്ല. എല്ലാ മിമിക്രിക്കാരും വീട്ടിലിരിക്കുമ്പം സുമേഷ് മാത്രമല്ല, ജിത്തു ജോസഫ് നിങ്ങളെ കാസ്റ്റ് ചെയ്യുമ്പോൾ, ഞാൻ ഈ ജിത്തു ജോസഫ് സാറിന്റെ സിനിമകളിൽ 1-2 കാര്യങ്ങളുണ്ട്. ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന പടത്തിൽ പ്രചോദാണ് അന്ന് വില്ലനായിട്ട് അഭിനയിച്ചത്. മെമ്മറീസിൽ ശ്രീകുമാറാണ് വില്ലനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ദൃശ്യം എടുത്താൽ ഷാജോൺ ചേട്ടൻ വളരെ വലിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഈ പടം എടുത്താൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സിനിമകൾ എടുക്കുമ്പം ഹാസ്യം കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഹാസ്യമല്ലാത്തൊരു വേഷം കൊടുത്ത കാര്യത്തിൽ അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അത് ചെയ്തിട്ടുള്ള ഒരാളാണ്. അങ്ങനെയാണ് നിങ്ങൾ ഒപ്പം അജിത്ത് കൂത്താട്ടുള്ളതിനും നല്ലൊരു വേഷം കിട്ടി. സുമേഷ്, അതിനെക്കുറിച്ച് ആദ്യം ഒരു വരി പറ, എന്നിട്ട് നമുക്ക് മറ്റു വിശേഷങ്ങളിലോട്ട് വരാം. അതിനെക്കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ലോക്ക്ഡൌൺ സമയത്ത് ഇരിക്കുമ്പോൾ സാറിന്റെ കോള് സാറ് നേരിട്ട് വിളിക്കുകയത്. ആ സമയത്ത് ഒരാളും വീട്ടിലേക്കും വരത്തില്ല, അല്ലെങ്കിൽ വഴിയിലൂടെ പോലും ഇപ്പോൾ ഒരു ആളുകൾ സഞ്ചരിക്കുന്നില്ല, കാരണം കൊറോണ പേടിച്ചിട്ട്. ആ സമയത്ത് സാറിൻ്റെ കോള് വരുന്നത്. അന്നേരം കോള് വന്നെടുത്തപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ ജിത്തു ജോസഫാണ്, സുമേഷ് ദൃശ്യം 2 എന്നൊരു സിനിമ ആരംഭിക്കുകയാണ്, അതിൽ സുമേഷിന് ഒരു നല്ല കഥാപാത്രമുണ്ട്, ലാലേട്ടനൊക്കെ ആയിട്ട് എങ്ങനെയാണ് അഭിനയിക്കാൻ പേടിയുണ്ടോ? അങ്ങനെ ഞാൻ ഒരു എന്തൊക്കെയാ ഒന്നും പറയാൻ കിട്ടുന്നില്ല. ആ സമയത്ത് മുറ്റത്ത് നിന്നുകൊണ്ട് ഇത് പറഞ്ഞ പോലെ ചുറ്റും നോക്കുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ആരാ സംസാരിക്കണേ, അല്ലെങ്കിൽ ആരെക്കുറിച്ച് സംസാരിക്കണേ, സിനിമ എന്നൊക്കെ പറയുന്ന ഒരു കാര്യങ്ങൾ അത്ഭുതപ്പെട്ട് തന്നെ. പിറ്റേ ദിവസം തന്നെ സാർ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. വീട്ടിലേക്ക് വന്നു, കഥ വായിച്ചു, ഡ്രസ്സിൻ്റെ അളവൊക്കെ എടുത്തപ്പോഴത്തേക്ക് നമുക്ക് ഉറപ്പായി. എത്ര വർഷമായി സുമേഷ് ഫീൽഡിൽ പരിപാടികൾ തുടങ്ങിയിട്ട്? ഞാനൊരു 10-14 വർഷം. 14 വർഷത്തോളം. ഒരു മദ്യപാനിയുടെ പ്രകടനങ്ങളാണ് സുമേഷ് ആദ്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. അനുകരണമൊക്കെ എന്തൊക്കെ ചെയ്യുമായിരുന്നു സുമേഷ് ആ സമയത്തൊക്കെ? ആ സമയത്ത് അനുകരണം ശരിക്കും പറഞ്ഞ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഈ പാട്ടായിരുന്നു കൂടുതൽ. അപ്പം പാട്ടിലൂടെയാണ് ഈ കുടിയൻ കൊണ്ടുവന്നത്. ഒരു ശരിക്കും പറഞ്ഞാൽ ഞാൻ കരോക്കെ ഒക്കെ ഇറങ്ങിയ സമയത്ത് പല ട്രൂപ്പുകളുടെ കൂടെയും പല ആളുകളുടെ കൂടെയൊക്കെ പരിപാടിക്ക് പോകുമ്പോൾ ഈ കരോക്കെ ഗാനമേള ഒക്കെ പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ മിമിക്രി ഉണ്ടായിരുന്നു സ്കൂളിലൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ പാട്ടിൻ്റെ കൂടെ മിമിക്രി ആക്കി ഓരോ വേഷം ചെയ്തുകൊണ്ട് പാടാൻ തുടങ്ങി. അങ്ങനെ എനിക്കൊരു പരിപാടിക്ക് വന്നപ്പോൾ ആദ്യം ഭക്തിഗാനം പാടാനായിട്ട് ആളില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, എടാ ഏതാ പാട്ടറിയാവോ, ഭക്തിഗാനം വല്ലതും പാടാറിയാവോ? ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് ശങ്കരാഭരണം പാടാം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ചോദിക്കുക എന്നോട്, അത് ശിവന്റെ വേഷമില്ലല്ലോ ഇവിടെ എന്ന്. വേഷം കെട്ടി പാടിയാ നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് നല്ല ടെക്നിക്കാണ്. ഇപ്പൊ ഞാൻ ചില നടന്മാരെ ഞാൻ ഉപയോഗിച്ചല്ലോ, നടന്മാരുടെ ഒക്കെ ശബ്ദം അനുകരിക്കുമ്പോൾ നമ്മൾ അനുകരിക്കുന്ന ശബ്ദം ആ ലെവലിൽ പെർഫെക്റ്റ് അല്ലെങ്കിൽ ഞാൻ ഈ ഡയലോഗിൽ കോമഡി കയറ്റും. ഈ പറയുന്ന ഡയലോഗ് ഈ നടൻ ഏതെങ്കിലും സിനിമയിൽ പറഞ്ഞ ഡയലോഗ് ഒന്നും ആയിരിക്കില്ല. ഇവര് വേറെ എന്തെങ്കിലും പറയുന്നതായിട്ടൊക്കെ കാണിച്ചിട്ട് നമ്മളെ ഡയലോഗിൽ കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ ആ കോമഡി ഈ ശബ്ദത്തിന്റെ ഇൻപെർഫെക്ഷനെ മാച്ച് ചെയ്ത് വിട്ടോളും, രക്ഷപ്പെട്ടു പോകും. അങ്ങനെയാണ് നമ്മൾ വേഷം കെട്ടിയുള്ള പരിപാടികൾ തുടങ്ങി. സിനിമകൾ ഏതൊക്കെയാ പരിപാടികൾ? ഇനി സിനിമകൾ അടുത്ത മാസം ഇപ്പോൾ ഒരു കുരുക്കെന്ന് പറഞ്ഞ സിനിമ തുടങ്ങണം. അതിനകത്തൊരു പോലീസുകാരനായിട്ട്. പിന്നെ ഒരു ആത്മാ എന്ന് പറയുന്ന ഒരു ഹൊറർ സിനിമ വരുന്നു അടുത്ത മാസം തന്നെ. അങ്ങനെ 2 പടമാണ് പറഞ്ഞു വെച്ചാണ്. വിനയം ഉണ്ടാവും. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടോ ഒരു കഷ്ണം എടുക്കാൻ? രാഷ്ട്രീയക്കാരുടെ ശബ്ദത്തിൽ പടക്കം പൊട്ടുന്നത് 2 ആദ്യം അച്യുതാനന്ദൻ സാറാണ് പടക്കം കത്തിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ആന്റണി സാറാണെങ്കിൽ കുറച്ച് അങ്ങനെ. പിന്നെ ഉമ്മൻചാണ്ടി സാറാണെങ്കിൽ അങ്ങനെ പോവും. പിന്നെ വെള്ളാപ്പള്ളി നടേശൻ സാറാണെങ്കിൽ അങ്ങ് പൊട്ടാതെ അങ്ങ് പോവും.
സുമേഷ്, ഇത് മൂന്നും വളരെ ഗംഭീര പ്രകടനമായിരുന്നു. ഒരുപാട് ചിരിച്ചു, സൂപ്പർ Thank ആയിരുന്നു. you. പിന്നെ ഇപ്പം ലാലേട്ടന്റെ സിനിമയിലാണ് ഈ ലോക്ക്ഡൌൺ സമയത്ത് അത്രയും വലിയൊരു വേഷം ചെയ്തതും ഒക്കെ. അപ്പം എനിക്കറിയാം സുമേഷ് അങ്ങനെ കാര്യമായിട്ട് വേദികളിൽ ചെയ്യുന്നതൊക്കെ ഒരു കുടിയനായിട്ട് നിന്നൊക്കെ ചെയ്യുന്നതാണ്. അത് പെർഫെക്റ്റ് ആണോ ഇംപെർഫെക്റ്റ് ആണോ എന്നുള്ളത് ഒന്നൊരു വിഷയമല്ല. സുമേഷിന്റെ ഭാഗത്തുനിന്ന് ലാലേട്ടനുള്ളൊരു ട്രിബ്യൂട്ടായിട്ട് നമുക്ക് ആ ശബ്ദം കൂടെ അനുകരിച്ചിട്ട് പോവാം. സംഗീതം അറിയുന്തോറും അകലം കൂടുന്ന മഹാസാഗരം. അലഞ്ഞിട്ടുണ്ട് അതും തേടി. നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രമെണ്ണി കിടക്കുന്നവന് ഒരു വെളിപ്പാടുണ്ടാകുന്നു. എന്താ? ഗ്വാളിയറിലേക്ക് വെച്ച് പിടിക്കാൻ. എന്തിനാ? ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം. ഗ്വാളിയർ ഖൊരാന മാജിക് പീകോക്കിനെ കുറിച്ച് അറിയാൻ ചെന്നപ്പെട്ടത് ഒരു പഴയ സിംഹത്തിൻ്റെ മടയിൽ. ഉസ്താദ് ബാദിഷാ ഖാൻ മൂപ്പര് നല്ല ഫിറ്റാ. എന്താ കാര്യം? നല്ല ക്ലാസ് ഫാൻ. ആവശ്യം അറിയിച്ചു. ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഒരു ദിനയുടെ വോട്ടക്കേശയിൽ എന്താ ഉള്ളേ? ഒന്നുമില്ല. ज़बरों की जिंदगी जो कभी नहीं खत्म हो जाती है. शंभू महादेव.